രാവിലെ നമ്മുടെ നാട്ടിലെ ചിലർ കാണിക്കുന്ന ഒരു അനാസ്ഥ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഉള്ളത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിനകത്താണ്. ആ സ്റ്റേഡിയത്തിനകത്ത് ഒരു ട്രാവൻകൂർ കൺവെൻഷൻ സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ആ പേര് കേൾക്കുമ്പോൾ തന്നെ കാര്യവട്ടത്ത് ഇപ്പോൾ അത് ക്രിക്കറ്റ് മത്സരങ്ങൾ കൂടി നടക്കുന്ന ഒരു സ്റ്റേഡിയമാണ്. ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിനകത്ത് ഒരു കൺവെൻഷൻ സെൻറ്റർ കൂടി പ്രവർത്തിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇനി അത് കൺവെൻഷൻ സെൻറ്റർ ആണോ, ഇനിയിപ്പോൾ ഈ സ്റ്റേഡിയത്തിനകത്ത് ക്രിക്കറ്റ് മത്സരങ്ങളുടെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഫുഡാണോ, അത് വലിച്ചെറിഞ്ഞിരിക്കുന്നത്. അതായത് ഈ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ, ഈ ഗ്രീൻഫീൽഡ് ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ പഴയ കാര്യവട്ടത്തിനകത്തുള്ള ഒരു വനത്തിന് ഒരു വനം പോലെ തന്നെ, ഒരു വനത്തിന് സമാനമായിട്ടുള്ള ഒരു ഇടമാണ്. നല്ല കാഴ്ചയാണ്, നല്ല പ്രകൃതി രമണീയമാണ്. ഇതിനകത്തൂടി ഒരു നീർച്ചാൽ ഒഴുകുന്നുണ്ട്. ആ നീർച്ചാലിനോട് കാണിച്ചിരിക്കുന്ന ഒരു തോന്നിവാസം നോക്കിയേ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നുണ്ട്, നീർച്ചാലുകളെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ വെള്ളം അവിടെ ഈ തലസ്ഥാനത്ത് തന്നെ പലയിടങ്ങളിലൊക്കെ ഈ വെള്ളം ഒഴുകി പോകുന്നിടത്ത് ഈ അടച്ചു വെച്ചത് കാരണം പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടാകുന്നുണ്ട്. പക്ഷേ നോക്കിയേ, ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ഉൾപ്പെടെ പലതരത്തിലുള്ള തീരുമാനങ്ങൾ ഹരിതകർമ്മസേന എല്ലാം നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടും ചില മനുഷ്യർ കാണിക്കുന്ന ദിവസം നോക്കിയേ. വിവാഹങ്ങൾ നടക്കാറുള്ളതാണ് ഈ കൺവെൻഷൻ സെൻറ്ററിൽ. അത് കൊണ്ടുവന്നിട്ട് ഒരു നീർച്ചാൽ കണ്ടോ, ഇതിനകത്തൂടെ ഒഴുകുന്ന ഒരു നീർച്ചാലാണ്. അതിനെ മൊത്തം മലിനപ്പെടുത്തിയിരിക്കുക കണ്ടോ. ഇതൊന്നും അധികൃതരുടെ കണ്ണിൽ പെടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ചെയ്യുന്നൊരു തെമ്മാടിത്തമല്ലേ. നോക്കി, ഫുഡ് വേസ്റ്റുകളെല്ലാം കൂടി ഈ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് തുടങ്ങുകയാണ്. അതായത് ഈ വിവാഹങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതിൻ്റെ വേസ്റ്റ് ഡംപ് ചെയ്യാനായിട്ട് പ്രത്യേക സൗകര്യങ്ങളൊന്നും ഒരുക്കാതെ ഇത് കൊണ്ടുവന്ന് ഇങ്ങനെ നീർച്ചാലുകളിൽ വലിച്ചെറിഞ്ഞ് മലിനമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ഇവരുടെ പ്ലാസ്റ്റിക് വേസ്റ്റുകളോ ഈ ഫുഡ് വേസ്റ്റുകളെല്ലാം എവിടെയാണ് കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നു എന്ന് പോലും നോക്കാതെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരിടത്തും, അതും ഈ നീർച്ചാല് തന്നെ നിങ്ങൾക്കറിയാം, ഇങ്ങനെ ഇതുവഴിയെ കറങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. കറങ്ങി അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൂടെ ഇപ്പോൾ തൽക്കാലത്ത് രാവിലെ നടക്കാൻ വന്നപ്പോൾ ഇവിടെ ഇന്ന് ഓപ്പണിംഗ് ആയിരുന്നു. അങ്ങനെയാണ് ഇതുവഴിയെ ജസ്റ്റ് ഒന്ന് നടന്നു വന്നപ്പോഴാണ് ഈ സ്മെല്ല് കണ്ടിട്ട് ഇത് എന്താണ് സംഭവം എന്നൊന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ്. എന്തൊരു മോശം അവസ്ഥയാണെന്ന് നോക്കി. ആ ഒരു ചെറിയ കൈത്തോടാണ്, അത് ഒഴുകി പോവുകയാണ്. ഇവിടെയൊക്കെ ഈ വെള്ളം പ്രദേശത്തൊക്കെ പ്രശ്നങ്ങളുള്ള ഇടങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ വെള്ളം എത്തിക്കുന്ന ഇത്തരം നീർച്ചാലുകളായിരിക്കും. ഇതിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ നാട്ടിലും ഈ ക്ലൈമറ്റിനെയൊക്കെ ഒരു സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അവിടങ്ങളിൽ കൊണ്ടുവന്നു ഈ ചില മനുഷ്യരുടെ മാനസികാവസ്ഥ നോക്കണേ. അവരെ സംബന്ധിക്കുന്നിടത്തോളം വരുമാനം ഉണ്ടാക്കുക, പിന്നെ ഈ നാട്ടിൽ എന്തെങ്കിലും പ്രകൃതിയിൽ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഗുരുതരമായ അവസ്ഥ.